തിരുവനന്തപുരം ആമയിഴഞ്ചാൽ തോട്ടിൽ ജോലിക്കിടെ കാണാതായ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കൊച്ചിയിൽ നിന്നുള്ള നാവികസേനാ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഫയർഫോഴ്സിന്റെ പുതിയ സ്ക്യൂബ ടീമും തെരച്ചിലിന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്നത് ജോയിയുടെ മൃതദേഹം കണ്ടെത്തി എന്നുള്ള വാർത്തകളോട്. സൂര്യ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തിരുവനന്തപുരം ആമയിഴഞ്ചാൽ തോട്ടിൽ ജോലിക്കിടെ കാണാതായ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സൂര്യ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഹരിത, ഈ ആമയിഴഞ്ചാൽ തോട് ഒഴുകിയെത്തുന്ന തകരപ്പറമ്പിലെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയ ഒരു വിവരം ലഭിക്കുന്നത്. ഫയർഫോഴ്സും അതുപോലെ തന്നെ കേരള പോലീസ് സംഘാംഗങ്ങൾ സ്ഥലത്ത് എത്തി ഇപ്പോൾ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ഇവിടെ ജോയിയെ കാണാതായ ഭാഗത്ത് നാവികസേന അംഗങ്ങൾ ഉൾപ്പെടെയുള്ള അവർ തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് തകരപ്പറമ്പിൽ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. പോലീസും അതുപോലെ തന്നെ സംഘാംഗങ്ങളൊക്കെ തന്നെ ജോയിയുടെ മൃതദേഹമാണെന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ദിവസം ജോയിയെ കാണാതായി മൂന്നാമത്തെ ദിവസമാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെടുക്കുന്നത്. ഇതിപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് സേനാംഗങ്ങളൊക്കെ തന്നെ. ഇവിടെ ഇപ്പോൾ നാവികസേനാംഗങ്ങൾ നടത്തുന്ന പരിശോധന ഇപ്പോൾ അവസാനിപ്പിക്കുമെന്നാണ് കരുതുന്നത്. സേനാംഗം ഈ ടണലിന് ഉള്ളിലേക്ക് പരിശോധനയ്ക്കായി പോയിട്ടുണ്ടായിരുന്നു. അതേ സമയത്താണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തി എന്നൊരു വാർത്ത പുറത്തു വരുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം സേനാംഗങ്ങളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ആമയിഴഞ്ചാൽ തോടിൽ ജോയിയെ കാണാതായ ഭാഗത്തു നിന്നുള്ള പരിശോധന അവസാനിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതു ഭാഗത്തായിട്ടാണ് കണ്ടെത്തിയെന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ഹരിത, ഈ ആമയിഴഞ്ചാൻ തോട് ഒഴുകി പോകുന്ന തകരപ്പറമ്പ് എന്ന സ്ഥലത്ത് ആ ഭാഗത്തുള്ള ആമയിഴഞ്ചാൻ തോട്ടിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. 3 ദിവസം പഴക്കമുണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ ജോയിക്കായുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൃതദേഹത്തിന് 3 ദിവസം പഴക്കമുണ്ട്. ഈ സ്ഥലത്ത് വെച്ചാണ് മൃതദേഹം ഇപ്പോൾ കിടക്കുന്നത്. എന്തായാലും ഇവിടെ എത്തി പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉൾപ്പെടെ ഉള്ളവർ അത് ജോയിയുടെ മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റ് നടപടിക്രമങ്ങളാണ് നടക്കേണ്ടത്. അതിനായിട്ട് പോലീസ് ഉൾപ്പെടെയുള്ള സംഘം ആ സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയായിരിക്കും മറ്റ് പരിശോധനകളൊക്കെ തന്നെ നടക്കുക. സൂര്യ, ഇപ്പോൾ ഈ ഭാഗത്ത് നിന്നും എത്ര ദൂരമുണ്ട് തകരപ്പറമ്പ് എന്ന സ്ഥലത്തേക്ക്? ഹരിത, ഈ ഭാഗത്തുനിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം അകലെയാണ് ഈ കണ്ടുകിട്ടി മൃതദേഹം കണ്ടെടുത്ത സ്ഥലം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച്, അതായത് ഈ ജോയിയെ കാണാതാകുന്ന റെയിൽവേ സ്റ്റേഷൻ അകത്തെ ആ ടണലും ആ പരിസരവും കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം, ഒരു പരിശോധനയുമാണ് സേനാംഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇത് കഴിഞ്ഞ ഉള്ള ഈ റെയിൽവേ സ്റ്റേഷന് അപ്പുറത്തേക്ക്, അതായത് ജോയിയെ കാണാതാകുന്ന ഭാഗത്തിന് അപ്പുറത്തേക്കുള്ള ഭാഗത്താണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ടണലിനുള്ളിൽ പരിശോധന നടത്തുമ്പോഴും ടണലിനകത്തൂടെ ജോയിയുടെ മൃതദേഹം ഒഴുകി പോയിട്ടുണ്ടാകാനാണ് സാധ്യതയുള്ളത്. ആ ഭാഗത്താണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. മറ്റ് പരിശോധന ഒക്കെ തന്നെ ഇപ്പോൾ നടക്കുന്നതേ ഉള്ളൂ. നിലവിൽ നാവികസേനാംഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന രക്ഷാപ്രവർത്തനം അവസാനിക്കും എന്നാണ് കരുതുന്നത്. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കുക. നാവികസേനാംഗം ഈ ടണലിനുള്ളിലേക്ക് പരിശോധനയ്ക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു. തിരിച്ച് സേനാംഗം ഉടനെ തന്നെ പുറത്തിറങ്ങും. അതിനുശേഷം ഈ മൃതദേഹവുമായി ബന്ധപ്പെട്ട ബാക്കി നടപടികളൊക്കെ തന്നെ നടക്കും. സൂര്യ, അതുപോലെ തന്നെ ഈ 3 ദിവസങ്ങളിലും ആമയിഴഞ്ചാൽ തോടിന്റെ ഇത്രയും ഭാഗങ്ങളിൽ മാത്രമാണ് തെരച്ചിൽ നടത്തിയത്. എന്തുകൊണ്ട് മറ്റുള്ള സ്ഥലത്തേക്ക് ഈ രക്ഷാസംഘം അന്വേഷണം വ്യാപിപ്പിച്ചില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ടോ? അതായത് ഹരിത, ഈ ഒരു പ്ലാറ്റ്ഫോമിന് അടിയിലുള്ള അല്ലെങ്കിൽ ടണലിന്റെ ഭാഗത്തുള്ള ആ ഒരു പ്രദേശം കഴിഞ്ഞ് ജോയി അങ്ങോട്ട് പോകില്ല എന്നൊരു നിഗമനത്തിലായിരുന്നു ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നത്. കാരണം അകത്ത് ഒരാൾക്ക് അങ്ങനെ കടന്നു പോകാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല. ഈ ടണലിനകം മുഴുവൻ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുകയായിരുന്നു. ഇന്നലെ 2 ദിവസത്തെ ഈ പരിശോധനയിലും അതിന്റെ തുടർന്നുണ്ടായ നടപടികളിലൂടെയാണ് ഈ ടണലിനകത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്കൂബ ഡൈവേഴ്സ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതുപോലെ കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ വെള്ളത്തിൽ ഒലിച്ചു പോകാവുന്ന മാലിന്യങ്ങളായിരുന്നില്ല.
മാലിന്യങ്ങളായിരുന്നു. ഇതൊക്കെ കടന്ന് ജോയി അങ്ങനെ ഒഴുകി അപ്പുറത്തേക്ക് പോവില്ല, അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകില്ല എന്നൊരു നിഗമനത്തിൽ തന്നെയായിരുന്നു ഇന്ന് രാവിലെ വരെയും സേനാംഗങ്ങൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണവും പരിശോധനയും ഒക്കെ ഈ പ്രദേശത്ത് മാത്രമായിട്ട് നിർത്തേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ഇന്നലെ ഈ മാൻഹോളുകളിൽ ഉൾപ്പെടെ ഇറങ്ങി പരിശോധന നടത്തുമ്പോഴും മാലിന്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ മനുഷ്യ സാദൃശ്യമായ ഒരു വസ്തുവിനെ കണ്ടു എന്ന് പറയുമ്പോഴും ആ വസ്തുവിന്റെ അടുത്തെത്തുമ്പോഴും അത് ജോയി അല്ല എന്നായിരുന്നു എന്ന നിഗമനത്തിലാണ് എത്തുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും മാലിന്യവും ചെളിയും ഒക്കെ കടന്ന് ഇതിന് ഈ പ്ലാറ്റ്ഫോം കഴിഞ്ഞ് അപ്പുറത്തേക്ക് ജോയി പോയിട്ടുണ്ടാകുമെന്നൊരു നിഗമനത്തിൽ ഉദ്യോഗസ്ഥ സംഘം ആരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതേ തുടർന്നാണ് ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ അടുത്ത ഘട്ടം ഈ പ്രദേശത്ത് തന്നെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ജോയിയെ കാണാതാകുന്ന ഭാഗത്ത് തന്നെയാണ് രാവിലെ നാവികസേനാംഗങ്ങളും എത്തി പരിശോധന ആരംഭിച്ചത്. ഈ ടണലിനുള്ളിലേക്ക് കയറിയുള്ള പരിശോധനയ്ക്കാണ് നാവികസേനാംഗങ്ങളും രാവിലെ മുതൽ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ജോയി ഈ പ്ലാറ്റ്ഫോം കഴിഞ്ഞ് ഇതിനകത്തൂടി ഈ പ്ലാറ്റ്ഫോമിന്റെ ഉള്ളിലൂടെ ഒഴുകുന്ന ടണലും അതിനകത്തെ മാലിന്യങ്ങളും ഒക്കെ കടന്ന് അതിനപ്പുറവും പോകും എന്ന ഒരു നിഗമനത്തിൽ ഉദ്യോഗസ്ഥ സംഘവും അധികൃതരും ആരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇതിനുള്ളിൽ തന്നെ എവിടെയെങ്കിലും തടഞ്ഞു നിൽക്കുന്നുണ്ടാകും എന്ന ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിഗമനത്തിൽ മാത്രമാണ് ഉദ്യോഗസ്ഥ സംഘം എത്തിയിട്ടുണ്ടായിരുന്നത്. അത് കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരം ഈ തകരപ്പറമ്പില് ആണ് ഈ ജോയിയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെടുക്കുന്നത്. അത്തരത്തിലൊരു വിവരം പുറത്തു വരുമ്പോൾ ഈ ടണലും കഴിഞ്ഞ് ഈ മാലിന്യങ്ങൾക്കിടയിലൂടെ ജോയിയുടെ മൃതദേഹം പോയിട്ടുണ്ട് എന്ന് വേണം ഇപ്പോൾ വിലയിരുത്തേണ്ടത്. അത്തരത്തിൽ ഒരുപക്ഷെ ജോയിയെ കാണാതാകുന്ന സമയത്ത് നല്ല മഴയാണ് ഉണ്ടായിരുന്നത്. ഈ ആമിഴഞ്ചാൻ തോടിൽ വലിയ രീതിയിലുള്ള ഒഴുക്കുണ്ടായിരുന്നു. അടിയൊഴുക്കുണ്ടായതായിട്ട് ജോയിയോടൊപ്പം വൃത്തിയാക്കാൻ ഇറങ്ങിയ മറ്റ് തൊഴിലാളികൾ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അന്നത്തെ ഒഴുക്കിൽ ഒരു പക്ഷേ മാലിന്യങ്ങളോടൊപ്പം ജോയിയും ഒഴുകി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടാകാം. സ്വാഭാവികമായിട്ടും അന്ന് ജോയിയെ കാണാതാകുന്ന ആ സമയത്തിന് ശേഷം ഈ തോട്ടിലെ ഒഴുക്ക് കുറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ രക്ഷാപ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിലും ആമിഴഞ്ചാൻ തോടിന്റെ ഒഴുക്ക് കുറവായിരുന്നു. ഒഴുക്ക് കുറഞ്ഞതോടുകൂടി മാലിന്യങ്ങളെല്ലാം തന്നെ ഒരു സ്ഥലത്തേക്ക് അടിഞ്ഞുകൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിലും ഈ ടണലിനകത്ത് മാലിന്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെള്ളം താരതമ്യേന കുറവായിരുന്നു. അതായത് മഴ പെയ്യുന്ന സമയത്ത് മാത്രമാണ് ആമിഴഞ്ചാൻ തോട്ടിൽ ഇത്തരത്തിൽ ഒരു ഒഴുക്ക് ഉണ്ടാകുന്നത്. ആ സമയത്ത് ആമിഴഞ്ചാൻ തോട് നിറഞ്ഞ് കവിയാറുണ്ട്. മാലിന്യങ്ങൾ തടഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം അകത്തൂടി ഈ അടിയൊഴുക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. ഈ ജോയിയെ കാണാതാകുന്ന സമയത്ത് അത്തരത്തിലൊരു അടിയൊഴുക്ക് ഉണ്ടായിരുന്നതായിട്ടാണ് ഒപ്പം ഉണ്ടായിരുന്നവരും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ അടിയൊഴുക്കിൽ ഒരുപക്ഷെ ഈ ടണലും ഈ പ്ലാറ്റ്ഫോമിന് അകത്തെ ആമിഴഞ്ചാൻ തോടൊക്കെ കടന്ന് ജോയി പുറത്തേക്ക് പോവാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ സേനാംഗങ്ങൾ കഴിഞ്ഞ 3 ദിവസത്തോളമായിട്ട് പരിശോധന ഈ ടണലിനെ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയായിരുന്നു. അതായത് ഈ ടണൽ കടന്ന് ജോയി ഒരിക്കലും അപ്പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല എന്നൊരു നിഗമനത്തിൽ നിന്നുള്ള പരിശോധനയാണ് കഴിഞ്ഞ 3 ദിവസം. ഇന്നിപ്പോൾ 3ാമത്തെ ദിവസമാണ്. 3ാമത്തെ ദിവസവും രാവിലെ നാവികസേന എത്തിയിട്ടും അത്തരത്തിലുള്ള പരിശോധനകൾ മാത്രമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ശരി സൂര്യ, തിരുവനന്തപുരം മാമേഴഞ്ചാൽ തോട്ടിൽ ജോലിക്കിടെ കാണാതായ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്.